സംസ്ഥാനത്തിന്റെ സുപ്രധാനമായ വികസന പദ്ധതികൾക്കാകെ പിന്തുണ അദ്ദേഹം വാഗ്ദത്തം യഥാർത്ഥ സഹായവും പിന്തുണയും തേടിയാണ് അദ്ദേഹത്തെ കണ്ടത്. ഇതില് സംസ്ഥാനത്തിന്റെ പദ്ധതികൾക്ക് പിന്തുണ നൽകിയെന്ന് മാത്രമല്ല, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള പ്രോത്സാഹനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഈ വലിയ കടൽ തീരമാണല്ലോ, കപ്പൽ വഴിയുള്ള യാത്രക്കുള്ള സൗകര്യം കൊടുക്കാൻ പറ്റില്ല, ജലഗതാഗതം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അപ്പൊ അടുത്ത കാലത്ത് മാരിടൈം ബോർഡിന്റെ ആഭിമുഖ്യത്തിന് കൊച്ചി, കൊല്ലം എന്ന തരത്തിൽ ഒരു ചരക്ക് ഗതാഗതത്തിനുള്ള ഷിപ്പിംഗ് സർവീസ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ അത് കൂടുതലായി ശ്രദ്ധിക്കണം. വാരാണസി തൊട്ട് കൽക്കത്ത വരെയുള്ള റൂട്ടിന്റെ പ്രത്യേക അനുഭവം അദ്ദേഹം ഞങ്ങൾക്ക് പറയുന്നു. അപ്പൊ അതുപോലുള്ള ഒട്ടേറെ ഫലപ്രദമായ ചർച്ച നടന്നു എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഒരു കാര്യം. പ്രത്യേകമായി LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഗെയിൽ പൈപ്പ്ലൈനിൽ എത്രയോ കാലമായി ഇതിങ്ങനെ മുറങ്ങിക്കിടക്കുകയാണ്, അത് പൂർത്തിയാക്കാനാകുന്നില്ല, നിങ്ങളത് പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് അന്ന് അദ്ദേഹം പറയുകയുണ്ട്. അത് പൂർത്തിയാക്കാനാകുന്ന കാര്യമൊക്കെ ചെയ്യുമെന്ന് സർക്കാരിന് വേണ്ടി ഞാനും മറുപടി പറഞ്ഞു. ആ കാര്യം ഈ ഘട്ടത്തിൽ അത് പൂർത്തിയായ സാഹചര്യം അടക്കം വെച്ചുകൊണ്ട് ഞങ്ങളുടെ സംഭാഷണത്തിൽ ഓർക്കുകയുണ്ടായി. അതിൽ ഇപ്പോഴും അഭിനന്ദനം രേഖപ്പെടുന്ന രീതിയും അദ്ദേഹം സ്വീകരിച്ചു. അതേപോലെ തന്നെ LDF സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്ന കാര്യം പ്രത്യേകമായി തന്നെ അഭിനന്ദിക്കുന്ന നില പ്രധാനമന്ത്രി സ്വീകരിച്ചു. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രത്യേകമായി തന്നെ ഉറപ്പു നൽകി. ഇത് രാജ്യത്തെ ഗവൺമെന്റും സംസ്ഥാനത്തെ ഗവൺമെന്റും വികസന കാര്യങ്ങളിൽ ഏകതാ മനോഭാവത്തോടെ മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറയുന്നു. കേരളത്തിന്റെ സുപ്രധാനമായ വികസന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി, സെമി ഹൈസ്പീഡ് റെയിൽവേ, അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശദമായി
അതിൽ സമയദൈർഘ്യം കുറയുന്നത്, ആളുകൾക്കുണ്ടാകുന്ന സൗകര്യം, എത്ര ദൂരമാണ് ഇതിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ മനസ്സിലാക്കാൻ അതിനെ ശ്രമിച്ചു. അതോടൊപ്പം കേരളത്തിൽ ഇൻലാൻഡ് വാട്ടർവേസിന്റെ സാധ്യത ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അതിനോട് വലിയ താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി സംയോജിപ്പിച്ച് അതിവേഗതയിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നത്. ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങളെ ചർച്ചയിൽ ഉയർന്നു വന്നു. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കീഴോട്ട് പോകാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, അതൊക്കെ ഞങ്ങൾ തന്നെ അദ്ദേഹത്തോട് വിശദമാക്കി. ഇപ്പോൾ ടെസ്റ്റിങ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം ക്വാറന്റൈൻ ഫലപ്രദമായി നടപ്പാക്കുക, ഇത്തരമൊരു അവസ്ഥ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് ചൂണ്ടിക്കാണിച്ചു. അതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുന്ന കാര്യം, അതിൻ്റെ ഭാഗമായി മരണനിരക്ക് ഇപ്പോഴും വലിയ തോതിൽ വർദ്ധിക്കാതെ 0.47% നിലനിർത്താൻ കഴിയുന്നത്, അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനോടൊപ്പം കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് കോവിഡ് വരാത്ത, അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ വേണ്ടത് വാക്സിനേഷൻ ഭൂരിഭാഗം ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്സിൻ കേരളത്തിൽ ലഭ്യമാകേണ്ടതിൻ്റെ ആവശ്യകത പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ മാസം 60 ലക്ഷം ഡോസ് വാക്സിൻ ആവശ്യമുണ്ട് എന്നതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തി. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ആരോഗ്യവകുപ്പിനെയും മറ്റും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മാസം തന്നെ സെക്കൻഡ് ഡോസ് വേണ്ടവരുടെ നിലയെടുത്താൽ 25 ലക്ഷം ഡോസ് ഈ സെക്കൻഡ് ഡോസിനും മാത്രമായി വേണ്ടി വരുമെന്ന നിലയിൽ. അപ്പോൾ വാക്സിൻ ഒട്ടും പാഴാക്കാതെ ഉപയോഗിക്കുന്നൊരു സംസ്ഥാനം എന്ന ഖ്യാതി നേടിയെടുക്കാൻ കേരളത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക പരിഗണനയ്ക്ക് വിഷയമാകേണ്ട ഒന്നാണ്. ഇതുവരെ 18 വയസ്സിന് മുകളിലുള്ള 44% പേർക്ക് ആദ്യ ഡോസ് വാക്സിനാണ്
നമുക്ക് നൽകാൻ കഴിഞ്ഞത്. അത് ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഈ കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ ദീർഘകാലമായ ആവശ്യം മറ്റ് മുൻഗണനാക്രമമൊക്കെ നിശ്ചയിച്ച് വരുമ്പോൾ തള്ളപ്പെട്ടു പോയ ഒരു കാര്യം, അതാണ് എയിംസിൻ്റെ പ്രശ്നം. അപ്പോൾ എയിംസ് കേരളത്തിന് വേണം എന്ന ആ ദീർഘകാല ആവശ്യം ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ പ്രതികരണം വളരെ ആരോഗ്യകരമായിരുന്നു. നല്ല അനുകൂലമായ പ്രതികരണങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. കേരളത്തിലെ പ്രായാധിക്യമുള്ളവരുടെ എണ്ണം കൂടുതലും, അതുപോലെ പാർശ്വവ്യാധികൾ പല ഘട്ടങ്ങളിലായി വ്യാപിക്കുന്ന അവസ്ഥയും, അപ്പം അതൊക്കെ ആരോഗ്യമേഖലയുടെ കൂടുതൽ ശാക്തീകരണം ആവശ്യപ്പെടുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ കരുത്തിനെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായി തന്നെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് പൂർണ്ണമാകണമെങ്കിൽ എയിംസ് കൂടി ഉണ്ടായാലേ പൂർണ്ണമാകും എന്ന് ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. ഏതായാലും അനുകൂലമായ പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കോവിഡ് കാലഘട്ടത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിന് വലിയ തോതിൽ സഹായം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ 2021 സാമ്പത്തിക വർഷത്തെ 4524 കോടിയുടെ GST കോമ്പൻസേഷൻ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. അത് അടിയന്തരമായി വിതരണം ചെയ്യണം എന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്കമാലി ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടതാണ്. ഇതുമായി MOU കേന്ദ്ര സർക്കാരുമായി നേരത്തെ തന്നെ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. ഇതിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് 2815 കോടി രൂപയാണ്. ഇതിൻ്റെ 50% സർക്കാർ വഹിക്കും എന്ന് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നത് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ആ പദ്ധതി ആരംഭിക്കണമെന്നും പൂർത്തീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശബരിമല ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിപ്പെടുന്ന കേന്ദ്രമെന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു വിമാനത്താവളം ഉണ്ടാകൽ പ്രധാനമാണെന്ന് കണ്ടു. അതിൽ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള അംഗീകാരം
പെട്ടെന്ന് തന്നെ നൽകണം എന്നതും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതിൻ്റെ കൂടെ നേരത്തെ മുതലേ നിലനിൽക്കുന്ന ഒരാവശ്യം തലശ്ശേരി മൈസൂർ റെയിൽ വികസനം. അതിൻ്റെ കാര്യത്തിൽ തലശ്ശേരി മുതൽ മൈസൂർ വരെയുള്ള യാത്രാസമയം വലിയ തോതിൽ കുറക്കാൻ കഴിയുന്നതാണ്. ഇപ്പോഴത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടനുസരിച്ച് ദേശീയ പാർക്കുകളും വനഭൂമിയും ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അനുമതി വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട് അത് പുതിയൊരു എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് ബാധയുണ്ടാകുന്നത്. അതോടൊപ്പം അവിടെയുള്ള മറ്റു ചില പ്രശ്നങ്ങൾ, വിദേശ എയർലൈനുകൾക്ക് പ്രവർത്തന അനുമതി ലഭിക്കാത്തത്, ആസിയാൻ ഓപ്പൺ സ്കൈ പോളിസി പ്രകാരമുള്ള സർവീസുകൾ കണ്ണൂർ എയർപോർട്ടിന് ലഭ്യമാകേണ്ടതാണ്. പക്ഷേ കണ്ണൂർ എയർപോർട്ടിനെ ഈ ആസിയാൻ ഓപ്പൺ സ്കൈ പോളിസിയിൽ അതിൻ്റെ സർവീസുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നേരത്തെ തന്നെ 2019 തന്നെ അടിയന്തരമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. അത് പരിഹരിക്കണം. ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകൾക്ക് ഇപ്പോൾ രൂക്ഷത കുറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ വികസനം ആവശ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന നില വന്നിട്ടുണ്ട്. അപ്പോൾ അതിവേഗതയിൽ തന്നെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതും ഇതിൻ്റെ കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിക്കായുള്ള പ്രപ്പോസലും കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രപ്പോസലും നഗരവികസന മന്ത്രാലയത്തിന് സമർപ്പിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. 2 പ്രോജക്റ്റിനും കൂടി 4673 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സിറ്റി ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, IOAGPL, അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് കമ്പനി, അതായത് AGNP, ഇങ്ങനെ 2 കമ്പനികളാണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. വലിയ കാലതാമസമാണ് ഫലത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ കൊച്ചിയിൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2019 ജനുവരി 27 പ്രധാനമന്ത്രി തറക്കല്ലിട്ട പ്രോജക്റ്റാണിത്. ഇതിനായി BPCL തയ്യാറാക്കിയ 12,500 കോടി രൂപയുടെ പ്രോജക്ട്സ് BPCL ബോർഡ് അംഗീകരിച്ചതാണ്. ഇതിനായി കേരള സർക്കാർ 170 ഏക്കർ ഭൂമിയും കൈമാറിയിട്ടുണ്ട്. ഇത് വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയി, നമ്മുടെ രാജ്യസഭാംഗം ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നിവരും പങ്കെടുക്കുകയുണ്ടായി. ഇതിനു പുറമെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. കൊച്ചി മെട്രോയുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെയുള്ള രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് വേണ്ടത്. ആ അനുമതി ഉടൻ തന്നെ നൽകാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11.2 കിലോമീറ്ററിനാണ് രണ്ടാം ഘട്ടത്തിൽ അനുമതിയുള്ളത്. 11 സ്റ്റേഷനുകളാണ് ഇതിനുള്ളത്. പ്രാരംഭമായി കേരള സർക്കാർ 263 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തിരുവനന്തപുരത്തെ ലൈറ്റ് മെട്രോ ആ പദ്ധതിക്കുള്ള പ്രപ്പോസലും കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രപ്പോസലും നഗരവികസന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 2 പ്രോജക്റ്റിനും കൂടി നേരത്തെ പറഞ്ഞു 4,673 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി തിരുവനന്തപുരം ലൈറ്റ് മെട്രോക്ക് ഉടൻ തന്നെ അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി. കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി പരിശോധിച്ച ശേഷം അറിയിക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി സിറ്റി ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി. ഈ 2 കമ്പനികൾ വരുത്തുന്ന കാലതാമസത്തിൽ അടിയന്തര ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലക്ക് ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കൊച്ചിയിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി തറക്കല്ലിട്ട കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇത് വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യം
ആവശ്യമായ തോതിൽ പഠനം നടത്തി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല പോസിറ്റീവായ സമീപനമാണ് എല്ലാ കാര്യത്തിലും കാണാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ കണ്ടത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ ലൈൻ, ആ പ്രോജക്റ്റിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇത് 63,941 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇതിൽ 2,150 കോടി രൂപയാണ് കേന്ദ്രവിഹിതം. 975 കോടി മതിപ്പ് വിലയുള്ള 185 ഹെക്ടർ ഭൂമി റെയിൽവേയുടേതാണ്. ബാക്കി തുക സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. 33,700 കോടി രൂപ സാമ്പത്തികകാര്യ വകുപ്പ് മുഖാന്തരം GICA, ADB, AIIB, KFW ഇത്തരത്തിലുള്ള ഏജൻസികളിൽ നിന്ന് ലോണായി കണ്ടെത്താൻ കഴിയും. ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇതുപോലുള്ള നിരവധി ഏജൻസികൾ ഉണ്ട് എന്നതാണ് വസ്തുത. 13,362 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിവരും. ബാക്കിയുള്ള തുക റെയിൽവേ, സംസ്ഥാന സർക്കാർ, പബ്ലിക് എന്നിങ്ങനെ ഇക്വിറ്റി വഴി കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രോജക്റ്റിന് റെയിൽവേ മന്ത്രാലയം പ്രാഥമിക അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ. അന്തിമ അനുമതിക്കായി ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കേരള സർക്കാർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയം ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകിയിട്ടുള്ളതുമാണ്. അദ്ദേഹവുമായി അങ്കമാലി ശബരി റെയിൽപാത നിർമ്മാണം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അത് കേന്ദ്ര സർക്കാരുമായി MOU ഒപ്പുവെച്ച പദ്ധതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ചെലവ് 2,815 കോടി രൂപ. നേരത്തെ പറഞ്ഞതുപോലെ 50% സംസ്ഥാനം വഹിക്കുമെന്ന് വാഗ്ദത്തവും നൽകിയിട്ടുണ്ട്. ആ കാര്യം വേഗത കൂട്ടണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. തലശ്ശേരി മൈസൂർ റെയിൽവേയുടെ കാര്യവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വെച്ച നിർദ്ദേശം, ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വരികയാണ്. ആ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാലുടൻ ഈ പ്രോജക്റ്റുകളുടെ ആകെ ഒരു അവതരണം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി നടത്താം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്ക് കാലതാമസമുണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ PK മിശ്രയുമായും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇതാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയുമായി
ബന്ധപ്പെട്ട വിവരങ്ങൾ. കോവിഡിൻ്റെ നില നമ്മുടെ സംസ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് 14,539 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 1,39,049 പരിശോധനകൾ നടത്തി. 124 പേര് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് കാരണം മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 1,15,174 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വലിയ മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി TPR 10.5 ആണ്. തൃശ്ശൂർ മുതലുള്ള വടക്കൻ ജില്ലകളിലാണ് TPR കൂടുതലുള്ളത്. ഇപ്പോൾ വ്യാപനം കൂടുതലുള്ള ജില്ലകളിൽ ഇതനുസരിച്ച് ഗൗരവമായ പരിശോധന നടത്തണം. നിയന്ത്രണങ്ങളിൽ അയവ് വരുമ്പോൾ ഇത്തരത്തിൽ ഒരവസ്ഥയുണ്ടാകുന്നതിനിടയാകുന്നുണ്ടോ എന്നതും ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ABCD എന്നിങ്ങനെ 4 വിഭാഗമാക്കി വിഭാഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അതേ നില ഒരാഴ്ച കൂടി തുടരാനാണ് കണ്ടിട്ടുള്ളത്. 5-ൽ താഴെ TPR ഉള്ള 75 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, 5 മുതൽ 10 വരെയുള്ള 391 എണ്ണം, 10 മുതൽ 15 വരെ 364 എണ്ണം, 15% കൂടുതൽ 204 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. ഇതാണ് ഇപ്പോഴുള്ള കണക്ക്. ഇപ്പോൾ കാറ്റഗറി A, B, C വിഭാഗങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ള കടകളും സ്ഥാപനങ്ങളും രാത്രി 8 മണി വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. ബാങ്കുകളിലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഇപ്പോൾ ചൊവ്വയും വ്യാഴവും പ്രവേശനം ഉണ്ടായിരുന്നില്ല, അതുകൂടി അനുവദിക്കും. ഇലക്ട്രോണിക്സ് കടകൾ കൂടുതൽ ദിവസങ്ങളിൽ തുറക്കാനുള്ള നടപടിയെടുക്കും. കാരണം ഈ കുട്ടികൾ ഓൺലൈൻ പഠനമായതുകൊണ്ട് പലപ്പോഴും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടായി പോകുമ്പോൾ ഇലക്ട്രോണിക്സ് കടകളുമായി ബന്ധപ്പെടാൻ നിർബന്ധമാവുന്നുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട പ്രദേശങ്ങളിൽ, അതായത് വല്ലാതെ വ്യാപനം കൂടുന്ന പ്രദേശങ്ങളിൽ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ TPR കൂടുതലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവ് നടത്തും. ഇതിൻ്റെ ഭാഗമായി ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 2.5 ലക്ഷം പരിശോധനകൾ കൂടുതലായി നടത്തുമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വാർഡ് തല സമിതിക്കൊപ്പം വാർഡ് തല റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനവും ശക്തിപ്പെടുത്തും. സമ്പർക്കാന്വേഷണവും ടെസ്റ്റിങ്ങും ഉൾപ്പെടെ ജില്ലാതലത്തിൽ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
രണ്ടാം ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിക്കും. നിശ്ചയിച്ച സമയത്ത് തന്നെ കൃത്യമായി ഡോസ് നൽകാനാണ് ശ്രദ്ധിക്കുന്നത്. നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്കനുസൃതമായി ആദ്യ ഡോസ് വാക്സിൻ ആളുകളിൽ എത്തിക്കാൻ ദ്രുതഗതിയിലുള്ള നടപടികൾ കൈക്കൊള്ളും. സ്വകാര്യ കമ്പനികളും സ്ഥാപനങ്ങളും സ്വകാര്യ ആശുപത്രികൾ മുഖേന വാക്സിൻ സൗജന്യമായി നൽകാൻ തയ്യാറാണ് എന്ന ഓഫറുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ കാര്യം നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കും. കോഴിക്കോട് കടകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ ഒരു സമരം നടത്തുകയുണ്ടായി. അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ കടകൾ തുറക്കണം എന്ന ആവശ്യം ഇപ്പോഴ് അംഗീകരിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. കട തുറക്കണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ള നിയന്ത്രണങ്ങൾക്കിടയാക്കിയിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ ഇളവ് വരുത്താൻ പറ്റുമോ അവിടങ്ങളിലെല്ലാം പരമാവധി ഇളവ് അനുവദിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കോവിഡ് രോഗബാധ തുടർന്ന് ആളുകളുടെ ജീവന് അപകടം വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതിൽ നാം എല്ലാവരും നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. എല്ലാവരും ബാധ്യസ്ഥരുമാണതിന്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ രക്ഷയെ കരുതിയാണ് ഇത്തരത്തിലുള്ള ചില മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. അത് തിരിച്ചറിയാനും അത് ഉൾക്കൊള്ളാനും ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാവണം. അവിടെ ഈ വിഷയത്തിൽ ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും വ്യാപാരി വ്യവസായി പ്രതിനിധികളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നത് ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ ശാരീരിക അകലം ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പ്രധാനമാണ്. ഇവിടെ നമ്മുടെ കേരളം 2-3 ആഴ്ച കഴിയുമ്പോൾ ഓണത്തിരക്ക് ആരംഭിക്കുന്ന സംസ്ഥാനമായി മാറും. അപ്പോൾ നിയന്ത്രണങ്ങൾ ഏത് ഘട്ടത്തിലും കർശനമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. അതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ 2ാം തരംഗം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 3ാം തരംഗം കടക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വാതിൽക്കൽ തന്നെ ഉണ്ട് എന്നാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വലിയ ആശങ്ക ഉയർത്തുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ സിക്ക രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൊതുക് നിർമ്മാർജ്ജന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. കൊതുക് നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ എടുക്കലാണ് പ്രധാനം. അതോടൊപ്പം
ബോധവൽക്കരണവും വീടുകളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള അറിവ് പകരലും അതിനുള്ള പ്രചരണവും ശക്തമായി തുടരേണ്ടതായിട്ടുണ്ട്. ഡെങ്കിപ്പനി ഉൾപ്പെടെ ആരംഭിക്കുന്നുവെന്ന് സൂചനകൾ വരുന്നതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ കരുതലോടെ നീങ്ങാൻ കഴിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ കാലവർഷം ശക്തമാവുകയാണ്. അടുത്ത 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ സംഭവിക്കാനുള്ള അപകടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂലൈ 17 വരെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഉയർന്ന തിരമാലക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികളും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് കൈമാറാനുള്ളത്. ഡൽഹിയിലൊരു ക്രൈസ്തവ ദേവാലയം പിടിച്ചു നിർത്തി അവരിന്ന് രാവിലെ വികാരിയച്ഛനും ആൾക്കാർ പത്മപിത CM-നെ കാണുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ CM-ന്റെ ഒരു നിലപാട് അത് വല്ലാത്തൊരു ഞെട്ടിക്കുന്ന സംഭവമായിട്ടാണ് തോന്നിയത്. ഒരു ആരാധനാലയം നടത്തുന്നവർ സാധാരണഗതിയിൽ ആരാധനാലയം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളൊരു വേദിയായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അവിടെയൊരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനേ സാധാരണഗതിയിൽ പാടില്ലാത്തത്. എന്നാൽ അത് പൂർണ്ണമായി പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ളൊരു ചിത്രമാണ് ഇന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തതായിട്ട് കണ്ടത്. അതിനുള്ള ഉത്കണ്ഠ അവരറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വികാരത്തോടൊപ്പം നിന്നിട്ടുമുണ്ട്. ഇല്ല, അത് സംസാരിച്ചിട്ടില്ല. സിക്ക വൈറസ് എന്ന് പറയുന്നത് അത്ര വലിയ തോതിൽ വ്യാപിച്ചു കഴിഞ്ഞൊരു പ്രശ്നമല്ല. കുറച്ച് പേർക്കാണ് ഇപ്പോൾ അത് ഉണ്ടായിട്ടുള്ളത്. അത് കൊതുകിലൂടെയാണ് പകരുന്നത്. അപ്പോൾ ആ കൊതുക് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊതുക് നിയന്ത്രിക്കലാണ് പ്രധാനം. കൊതുക് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിൽ ഓരോ വീട്ടിലും കൊതുക് വളരുന്നതിന് ഇടയാക്കുന്ന ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പല ഏർപ്പാടുകളുണ്ടാകും. അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം കോർപ്പറേഷനും മറ്റും ഫോഗിങ് നടത്തുക, മറ്റ് നടപടികൾ സ്വീകരിക്കുക, ശുചിയായി നിൽക്കുക, ഇതാണ് ഏറ്റവും പ്രധാനം. അത് ആ തരത്തിൽ തന്നെയാണ് അതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. വലിയ തോതിൽ അപകടം സൃഷ്ടിക്കുന്ന ഒന്നല്ലെങ്കിലും ആ രോഗത്തെ രോഗമായി കണ്ടുകൊണ്ട് തന്നെയുള്ള നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പരമാവധി ഇളവ് നൽകിയിട്ടുള്ള പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഗർഭിണികളായ സ്ത്രീകൾക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കും. അല്ല, അത് സാധാരണ നിലക്ക് അവരുടെ ഇപ്പം എല്ലാവരും പോകുന്ന സ്ഥിതി ഇല്ലല്ലോ ഓഫീസുകളിൽ. ചില സ്ഥലത്ത് മാത്രമാണ് ഈ അടുത്ത കാലത്ത് 100% ആളുകൾ എത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേക കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസുകൾ ഉന്നയിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കും എന്താണെന്നുള്ളത്. കോഴിക്കോട് സമരം നടത്തുന്ന വ്യാപാരികൾ പറഞ്ഞത് ഇനി സർക്കാരിനെ കാത്തിരിക്കില്ല, വ്യാഴാഴ്ച ഞങ്ങൾ കടകൾ തുറക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അതിനവർ പറയുന്ന ന്യായം ബലിപെരുന്നാൾ
CM ഓണത്തിന്റെ കാര്യം പറഞ്ഞു, ബലിപെരുന്നാളാണ് മലബാറിലുള്ള കച്ചവടക്കാർക്ക് തങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം. അപ്പോൾ അതിനെ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച മുതൽ ഞങ്ങൾ കടയിൽ തുറക്കും. എനിക്ക് ആ കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, അവരുടെ വികാരത്തോടൊപ്പം ഒക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആ വികാരത്തോടൊപ്പം നിൽക്കുന്നതിനൊന്നും വിഷമമില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ തുടങ്ങിയാൽ അതിനെ സാധാരണഗതിയിൽ നേരിടേണ്ട രീതിയിൽ നേരിടും. അത് മനസ്സിലാക്കി കളിച്ചാൽ മതി, അത്രയേ പറയാനുള്ളൂ. ഇല്ല ഇല്ല, അതിപ്പോൾ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമായിട്ടില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്, സഹകരണ മന്ത്രാലയം വന്നിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നമല്ല എന്നാണ് ഞാൻ കാണുന്നത്. സിഎം ഈ പിഎംഒ-ആയിട്ടുള്ള ചർച്ചകളിൽ നമ്മുടെ എയിംസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഉറപ്പ്, അനുകൂല നിലപാട് സ്വീകരിച്ചു സിഎം പറഞ്ഞു. കൃത്യമായ ഒരു ഉറപ്പ്, അതായത് എയിംസ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പെൻഡിങ് കിടക്കുകയാണ്. നമുക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ആ പ്രഖ്യാപിച്ച കാലങ്ങളിൽ കിട്ടാതെ പോയത്. അതിന് കൃത്യമായ ഉറപ്പ് പിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാണോ, അത് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്? അതായത് പ്രതീക്ഷക്ക് നല്ല വകയും, എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ കൃത്യമായ ഉറപ്പ് എന്നതുണ്ടായിട്ടില്ല. എന്നാൽ നമ്മളൊരു സംസാരത്തിലുണ്ടാകുന്ന പൊതുപ്രതീതിയില്ലേ, ആ പ്രതീതി, അതിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ പൊതുരീതികൾ, ഇതൊക്കെ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമാണ്. കൃത്യവും വ്യക്തവുമായ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം അതിനകത്തില്ല. അതൊക്കെ പണ്ട് പറയുന്ന ന്യായങ്ങൾ, അതൊന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല. റെയിൽവേയുടെ കാര്യത്തിൽ രണ്ട് പ്രധാന ആവശ്യങ്ങളായിരുന്നു, അത് ഉപേക്ഷിച്ചോ. ഒന്ന്, കേരളത്തിന് സ്വന്തമായിട്ട് സോൺ അനുവദിക്കണം. രണ്ട്, നമ്മുടെ കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി. ഈ രണ്ട് ആവശ്യങ്ങൾ നമ്മളിപ്പോൾ നിലവിലുണ്ടോ, അതെയോ ഉപേക്ഷിച്ചോ? ആവശ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ, പക്ഷെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന നില വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ആവശ്യം ഉപേക്ഷിച്ചു എന്നതിന് അർത്ഥമില്ല. തലശ്ശേരി മൈസൂർ പാതയുടെ കാര്യം ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 5-6 വർഷമായി ബജറ്റിലൊക്കെ ചർച്ചയിൽ വന്ന സാധനമായിരുന്നു നിലമ്പൂർ-അഞ്ചങ്കോട് പാത. അതെന്താണ് കേരള സർക്കാർ അത് ഉപേക്ഷിച്ചോ? നിലമ്പൂർ-അഞ്ചങ്കോട് ഇതിന്റെ കൂടെ തന്നെയുണ്ട്. അത് ഇതിന്റെ കൂടെ തന്നെയുള്ള പ്രശ്നം. സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. അത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്, അതിൽ പ്രശ്നമില്ല. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും CPM ഇടതു മുന്നണിയും വ്യാപകമായ പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്ന് അതിനുശേഷം ആദ്യമായി പെട്രോളിയം മിനിസ്റ്ററെ കാണുകയും ചെയ്തിരുന്നു. ഈ വിഷയം മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ധനവിലയുടെ പ്രശ്നം രാജ്യവ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് കേരളത്തിന്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. അത് പാർലമെന്റിൽ വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ്. വലിയ തോതിൽ പ്രശ്നങ്ങളായിട്ട് പാർലമെന്റ് എടുത്ത കാര്യമാണ്. രാജ്യത്താകെ അത് ഗൗരവമായിട്ട് ഉയർന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് പൊതുനയത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നിലപാടാണ്. ഇല്ല ഇല്ല. അതിനിപ്പം ഞങ്ങൾ അതിനോട് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല. ഇപ്പോഴുള്ള നികുതി ഞങ്ങൾ കൂട്ടുന്നില്ല. ഞങ്ങളായിട്ടൊരു നികുതിയും കൂട്ടാൻ ഇപ്പം നടപടി എടുക്കുന്നില്ല. അല്ല, അത് വളരെയധികം ചർച്ച ചെയ്തും നിലപാട് വ്യക്തമാക്കിയതാണ് പല ഘട്ടങ്ങളിൽ തന്നെ. കേരളം വിടുന്ന ഈ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഓഹരി തുടർച്ചയായിട്ട് വർദ്ധിക്കുന്നതുപോലെ കേരളത്തിന്റെ ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് നഷ്ടമാകുന്നതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും ആശങ്ക അറിയിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് എവിടെയില്ല. നിങ്ങൾ ഈ കേരളത്തിന് പുറത്ത് ചിലയിടത്ത് ഇത്തരത്തിലൊരു ഫീലിംഗ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചില വാർത്തകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേരളത്തിലും അത്തരം ഒരു ഫീലിംഗ് ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കേരളത്തിന് പുറത്ത് ഇതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷമെന്ന് വരുത്താനൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സാഹചര്യമല്ല. കേരളത്തിൽ വ്യവസായം നടത്തുന്നവരുണ്ട്. കേരളീയർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരവിടെ വ്യവസായം നടത്തുന്നുണ്ട്. ഞങ്ങൾ വ്യവസായ സൗഹൃദാന്തരീക്ഷം കൂടുതലായി ശക്തിപ്പെടുത്തി പോവുക എന്നത് തന്നെയാണ് ഇപ്പോഴും തുറന്നു വരുന്നത്. അത് ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ആ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെതായ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു MSME തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തുടങ്ങണമെന്ന് മനസ്സ് ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അത് ആരംഭിക്കാം. അതിന്
മറ്റു ലൈസൻസോ അനുമതികളോ ഒന്നും ആ ഘട്ടത്തിൽ തേടണ്ട. പിന്നെ 3 വർഷം കഴിയുമ്പോഴേക്ക് ആ ലൈസൻസും മറ്റും നേടിയെടുത്താൽ മതി. ആ തരത്തിലുള്ള അന്തരീക്ഷമടക്കം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക. അപ്പോൾ മാറ്റം അനുഭവിച്ചറിയുന്നവരാണ് അവിടെയുള്ള വ്യവസായം നടത്തുന്നവർ, അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരും. അപ്പോൾ അത് കേരളത്തിൽ ഒരു വിഷയമായിട്ട് നിൽക്കുന്നതല്ല. കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒട്ടേറെ പേർ ഇപ്പോഴും വലിയ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള നിക്ഷേപത്തിന്, ചെറു നിക്ഷേപമല്ല വലിയ നിക്ഷേപത്തിനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചൊരു പ്രധാന വിഷയം തിരുവനന്തപുരത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. ഈ വ്യാപാരികളോടൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വാടക വാങ്ങരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ ഇത്തവണ അടച്ചിട്ടപ്പോൾ ആ തരത്തിലൊരു നിർദ്ദേശമോ ബാങ്കുകൾക്ക് മൊറട്ടോറിയമോ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഈ അടച്ചിട്ട കടകളുടെ വാടക കൊടുക്കാനും അതുപോലെ തന്നെ തിരിച്ചടവ് ബാങ്കിലേക്ക് കൊടുക്കാനൊക്കെ നിർബന്ധിതരാണ്. അപ്പോൾ അതിലെന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷത്തെ പോലെ എന്ന് ചോദിച്ചത് ബാങ്കുകൾക്ക് മൊറട്ടോറിയം വേണമെന്നുള്ളത് ഒരു ന്യായമായ ആവശ്യമാണ്. ഞങ്ങളും ആ കാര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് നേരത്തെ. അത് ബാങ്കുകളുമായി ചർച്ച ചെയ്ത് റിസർവ് ബാങ്ക് മുഖേന നടപ്പാക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ആ ആവശ്യത്തോടൊപ്പമാണ്. മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നത് പ്രധാനം തന്നെയാണ്. മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ ആ മൊറട്ടോറിയ കാലത്തെ പലിശ ഈടാക്കുന്നത് നേരത്തെ ഒരു വിഷയമായിട്ട് വന്നായിരുന്നു. അക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയാണ്. വാടകയുടെ കാര്യം അത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. അതല്ലേ പരിശോധനയുടെ കുഴപ്പം? അല്ല, പരിശോധനയുടെ കുഴപ്പം അതാണ്. പരിശോധിച്ചാലാണല്ലോ ഇത് കണ്ടെത്തുക. നിങ്ങൾ പറയുന്നത് പരിശോധന വേണ്ടാത്തതാണ്. പരിശോധിച്ചാൽ മാത്രമല്ലേ ഇതിൽ വർധനവുണ്ടോ കുറവാണോ ഇവിടെ തന്നെ നിൽക്കുകയാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ പരിശോധന കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിശോധനയും ഇത്തരം നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങോട്ട് പോകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് വരാനിടയുള്ള, അതായത് ഇതേവരെ രോഗം വരാത്തവർ, അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്കാണ് രോഗം വരാനുള്ള സാധ്യത വലിയ തോതിലുള്ളത്. അപ്പോൾ അത്തരം ഒരു നാട്ടിൽ കൃത്യമായി പരിശോധനയും ആവശ്യമായ ജാഗ്രതയും പാലിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് ഏതെങ്കിലും ചില ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് എന്ന് മാത്രം. അത് ലോക്ക്ഡൗൺ കാലത്തെ പറ്റി പറയുന്നതാണല്ലോ. ലോക്ക്ഡൗണിന്റെ ഘട്ടം കഴിഞ്ഞല്ലോ. ഇപ്പം ഓരോ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് ഡി കാറ്റഗറിയായി വന്നെങ്കിൽ അവിടെ വലിയ തോതിൽ വ്യാപനം ഉണ്ടാകുന്നു എന്നാണ്. ആ വ്യാപനം നിയന്ത്രിക്കാൻ ആവശ്യമായ നിയന്ത്രണ നടപടികൾ അവിടെ സ്വീകരിക്കുകയാണ്. അത് ഏതാനും പ്രദേശങ്ങൾ മാത്രമാണ് വരുന്നത്. ആ പ്രദേശത്ത് മാത്രമാണ് വരുന്നത്, പ്രാദേശികമായിട്ടാണ് വരുന്നത്. അതാകെ ജില്ലക്കാകെ ബാധകമാകുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഫലമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ചാർട്ട് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഡി കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ കുറച്ചു കാലം ഈ നിയന്ത്രണം നിൽക്കുമ്പോൾ അവരങ്ങ് മാറുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ എണ്ണം പഞ്ചായത്തുകൾ ഡി കാറ്റഗറിയിൽ വരുന്നുണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ കൂടെ കുറേ എണ്ണം കൂടിയതല്ല. ആ പഞ്ചായത്തുകൾ നല്ലതുപോലെ കുറഞ്ഞുപോയി. പക്ഷേ പുതിയ മറ്റേ ഇതിൽ പെടാത്തവർ കൂടുതൽ ഇളവുകൾ വന്ന സ്ഥലത്ത് ആ ഇളവ് വലിയ തോതിൽ അനുഭവിച്ചപ്പോൾ അവിടെ വ്യാപനം കൂടി. അപ്പോൾ അവർ ഡി കാറ്റഗറിയിലേക്ക് ഉയർന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതായത് വ്യാപാരികൾ പറയുന്നത് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ തുറക്കാൻ, കടകൾ തുറക്കാൻ അനുമതി നൽകണം എന്ന് പറയുന്നത്. IMA പറയുന്ന കൂടുതൽ ദിവസം തുറക്കാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഈ തുറക്കുന്ന ദിവസങ്ങൾ തുറക്കുമ്പോൾ വരുന്ന ആൾക്കൂട്ടം കുറയും. അപ്പം ഈ വ്യാപാരം പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് IMA പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം അങ്ങനത്തതല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ വിദഗ്ധന്മാർ പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിദഗ്ധാഭിപ്രായം വെച്ചാണല്ലോ നമ്മൾ നിലപാടെടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിലല്ല ഒരു നിലപാടുള്ളത്.
ഹൈക്കോടതി മദ്യവിൽപ്പന നമുക്കിനി- തിരക്കില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പറയുന്നു. ഇനി ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. 7 മണിയാകാൻ പോകുന്നുണ്ട്. തിരക്കില്ലാത്ത സ്ഥലത്തേക്ക് മദ്യവിൽപ്പന മാറ്റുന്ന കാര്യം മാറ്റണമെന്ന് അത് ഹൈക്കോടതി എന്താ പറഞ്ഞെന്നുള്ളത് എപ്പോൾ നമ്മൾ പരിശോധിക്കും. അതിന് നിർദ്ദേശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അത് സ്വീകരിക്കുമോ? അത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ അവരുടെ നിർദ്ദേശം ഗൗരവമായിട്ട് പരിശോധിക്കും സർക്കാർ എന്താണെന്ന്. ഇടുക്കി ഇടമലക്കുടിയിലെ ഇതുവരെ കോവിഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഒരു ബ്ലോഗറും അവിടെ സന്ദർശനം നടത്തി. അതിനെതിരെ കേസൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതുപോലൊരു സ്ഥലത്ത് ഈ കോവിഡ് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണെന്ന് നോക്കാം. എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ അതില്ല. ആവശ്യമായ നടപടിയെടുക്കാം. ബാക്കി നമുക്ക് പിന്നീടാവാം. അല്ല, ഇനി മതി.